ഏപ്രിൽ 13-ന് ഉക്രൈനിയൻ നഗരമായ സുമിയിൽ ഓശാന ആചരണത്തിൽ പങ്കെടുക്കുകയായിരുന്നവർക്ക് നേരെയുണ്ടായ റഷ്യൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 2 കുട്ടികളടക്കം 34 പേർ കൊല്ലപ്പെട്ടു. കുറഞ്ഞത് 117 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 10 പേർ കുട്ടികളാണ്. സുമി നഗരഹൃദയഭാഗത്തുള്ള പള്ളിയിൽ ഓശാന ആചരണത്തിനായി നിരവധി പേർ എത്തിയിരുന്നു. ഇവരാണ് ആക്രമണത്തിനിരയായത്. 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യ തൊടുത്തത്. ആക്രമണത്തിന്റെ ഭയാനക ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് ഉക്രൈൻ ആഭ്യന്തരമന്ത്രി ഇഹോർ ക്ലിമെങ്കോ പറഞ്ഞു. ഉക്രൈനിയൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ആക്രമണത്തെ അപലപിച്ചു. US പിന്തുണയുള്ള വെടിനിർത്തൽ നിർദ്ദേശം മോസ്കോ അവഗണിച്ചതിനെ അദ്ദേഹം വിമർശിക്കുകയും ആഗോള സമ്മർദ്ദമില്ലെങ്കിൽ റഷ്യ ആക്രമണം തുടരുമെന്ന് വിലയിരുത്തുകയും ചെയ്തു. യുദ്ധം തുടങ്ങി 3 വർഷത്തിലേറെയായിട്ടും റഷ്യ ഉക്രൈനിൽ വ്യാപകമായ ആക്രമണങ്ങൾ തുടരുകയാണ്. ഉക്രൈനിലെ ഡൊണാൾഡ് ട്രംപിന്റെ അംബാസഡർ കീത് കലോക് സുമിക്ക് നേരെ ഓശാന ഞായറാഴ്ചയുണ്ടായ ആക്രമണത്തെ അപലപിച്ചു. ഇത് മാന്യതയുടെയും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് വിശേഷിപ്പിച്ചു. സുമിക്കെതിരായ ഓശാന ഞായറിലെ മിസൈൽ ആക്രമണത്തെ ആഗോള നേതാക്കൾ വ്യാപകമായി അപലപിച്ചു. വെടിനിർത്തൽ നടപ്പാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ ആവശ്യപ്പെട്ടു. യുക്രൈനിലെ യൂറോപ്യൻ യൂണിയൻ അംബാസഡർ കറ്റാറിന മദർനോവ ആക്രമണത്തെ യുദ്ധക്കുറ്റമായി മുദ്രകുത്തി. 2 ബാലിസ്റ്റിക് മിസൈലുകൾ നഗരകേന്ദ്രത്തിൽ പതിച്ചതായി ഉയർത്തിക്കാട്ടി. പള്ളികളെയോ കുട്ടികളെയോ പോലും വെറുതെ വിടുന്നില്ലെന്ന് അവർ ഊന്നി പറയുന്നു. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റും ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായ ജിയോർജിയ മെലോനിയും ആക്രമണത്തെ അപലപിച്ചു. പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഇറ്റലിയുടെയും അന്താരാഷ്ട്ര പങ്കാളികളുടെയും പിന്തുണയോടെയുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ സമാധാനത്തോടുള്ള യഥാർത്ഥ പ്രതിബദ്ധതയെ ഇത് ദുർബലപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞു. നിരവധി പേർ ഓശാന ഞായർ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമെന്ന് അറിയാമായിരുന്നിട്ടും നടന്ന ഓശാന ഞായർ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.